അവധിക്കാലം കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ പ്രയോജനമുള്ളതാക്കി തീർക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. നമുക്കറിയാമല്ലോ, ഈ വരുന്ന 2 മാസം കുഞ്ഞുങ്ങൾക്ക് അവധിയായിരിക്കും. ഈ ഒരു 2 മാസം നമുക്ക് അവരുടെ സമയം പാഴാക്കാതെ എങ്ങനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം എന്നതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, അത് ഏതൊക്കെ സമയത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് മനസ്സിലാക്കി നല്ലൊരു ടൈം ടേബിൾ അവർക്ക് കൊടുക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സമയത്തിൻ്റെ വില മനസ്സിലാക്കി അവർ പ്രവർത്തിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്ക് പുതിയൊരു സ്കില്ല് പഠിപ്പിച്ചെടുക്കുക. അതായത് ചിലപ്പം പാട്ടിൽ താല്പര്യമുള്ളവർ കാണും, ഡാൻസിൽ താല്പര്യമുള്ളവർ കാണും. അപ്പോൾ അവർക്ക് എന്താണോ ഇഷ്ടം അത് പഠിപ്പിച്ചു കൊടുക്കാം. മൂന്നാമത്തെ കാര്യം, കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുക. പ്രത്യേകിച്ച് ഫുട്ബോൾ, ക്രിക്കറ്റുകളിലൊക്കെ ഏർപ്പെടുവാണെങ്കിൽ അവരുടെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടും. നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വായനാശീലം വളർത്തിയെടുക്കുക. അവർക്ക് അറിവുള്ള പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, അതുപോലെ കഥാപുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, അവരെ കൊണ്ട് തന്നെ വായിപ്പിക്കുക. അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടുകളിലെ ചെറിയ ചെറിയ പണികളിൽ അവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. ആറാമത്തെ കാര്യം, വീട്ടിലുള്ള മുതിർന്നവരുമായിട്ട് കൂടുതലായിട്ട് അടുപ്പിക്കുക. അത് മുതിർന്നവരുടെ ആരോഗ്യത്തിനും കുട്ടികളുടെ മാനസികാരോഗ്യത്തിനും നല്ല കാര്യമാണ്. ഇനി ഏഴാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളെ കൊണ്ട് ചെറിയ യാത്രകളൊക്കെ പോവുക. അവരിഷ്ടപ്പെടുന്ന സ്ഥലത്തേക്ക് വേണം പോകാൻ. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഴ്ചയിൽ ഒരിക്കലും കുഞ്ഞുങ്ങളെ കൊണ്ട് ലൈബ്രറിയിൽ, അതുപോലെ ഈ സാമൂഹ്യ സേവനങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ആഴ്ചയിൽ ഒരിക്കലും കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാൻ കഴിയും. അതും അവരിലെ വ്യക്തിത്വം വളർത്തിയെടുക്കാൻ നല്ലൊരു കാര്യമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവധി സമയമാകുമ്പോൾ കുഞ്ഞുങ്ങൾ പഠിച്ചതൊക്കെ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം 2 മാസം അവധിയാണല്ലോ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം ചില കുഞ്ഞുങ്ങൾ അവർക്ക് പ്രയാസമേറിയ സബ്ജക്റ്റൊക്കെ തീർത്തും മറന്നു പോകും. പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവർ അക്ഷരങ്ങളൊക്കെ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒരു ദിവസം 20 മിനിറ്റെങ്കിലും പഠിത്തത്തിന് വേണ്ടി മാറ്റിവെക്കാം. പിന്നെ നമ്മൾ വീട്ടിൽ കുഞ്ഞുങ്ങളുമായിട്ട് എല്ലാ ദിവസവും സംസാരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അവർക്ക് സിവിക് സെൻസിനെ പറ്റിയും അതുപോലെ തന്നെ സെക്സ് എഡ്യൂക്കേഷനെ പറ്റിയും പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് കുട്ടികളുടെ സമയം പ്രയോജനപ്പെടുത്തുന്ന കാര്യങ്ങൾ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എഡ്യൂക്കേഷൻസ് പവർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.